ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ്. നമ്മൾ കഴിക്കുന്ന കക്കാറച്ചി അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ മീൻ പിടിക്കുന്നത് പോലെ നമ്മുടെ കായലിൽ അല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ച് അത് നേരെ കൊണ്ടുവന്ന് കറി വെച്ച് നമ്മൾ കഴിക്കുകയാണെന്നുള്ള പോലെ ആയിരിക്കാം ചിലപ്പോൾ പലരൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന കക്കാറച്ചി എന്നല്ലെങ്കിൽ കക്ക, അതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ അല്ലെങ്കിൽ കുറേ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ കഴിക്കുന്ന ഈ കക്കായിറച്ചി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പൈസ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ തർക്കിക്കുന്ന കാണാം, അല്ലെങ്കിൽ വിലപേശുന്ന കാണാം. പക്ഷേ ഇതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആരും പിന്നെ തർക്കിക്കാൻ നിൽക്കില്ല. അവർ പറയണ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ കായലിൽ പോയി അത് വെളുപ്പിനെ നമ്മളെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ കായലിൽ പോയി അവിടെ കിടന്ന് അത് മുങ്ങിത്തപ്പിയും വലിച്ചു കോരിയൊക്കെ അവർ കൊണ്ടുവന്ന് ആ സാധനം പിന്നെ അത് തിളപ്പിച്ച് അതിൻ്റെ തോടിൽ നിന്നും ഇതിനെ പുറത്തെടുത്തതിന് ശേഷം അത് പുറത്തെടുക്കണമെങ്കിൽ ഇതിന് ശേഷം പേറ്റുന്ന അങ്ങനെ കുറേ കടമ്പകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഈ കടമ്പകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മയിൽ തന്നെയാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഇവിടെ കായലിൻ്റെ തീരത്ത് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓരോ ഏരിയകളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അതിപുലർച്ചെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളിലൊന്നാണ് ഈ കക്കാറച്ചി. അത് കക്ക അവർ നീറ്റുന്നതും അല്ലെങ്കിൽ അതൊക്കെ റെഡിയാക്കുന്ന കുറേ സംഭവങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഫാമിലി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം വീട്ടിലെ ആണുങ്ങൾ, പുരുഷന്മാർ കായലിൽ പോയി ഈ സാധനം കൊണ്ടുവരുമ്പോൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീകളെ കാണാം, അല്ലെങ്കിൽ മക്കളെയും മരുമക്കളെയും ഒക്കെ അമ്മമാരെയും ഒക്കെ കാണാം. അങ്ങനെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ള് ഇതാണ്. പക്ഷെ പലർക്കും കടവും ഇല്ലെങ്കിൽ ഇതിൻ്റെ സാഹചര്യം ഇല്ലാഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഇത് വേർതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കാണിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. അതായത് നമ്മുടെ മുഹമ്മ പഞ്ചായത്തിലെ 7ാം വാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും നമ്മുടെ കായലോട് ചേർന്ന് നിൽക്കുന്ന ഏരിയയാണ്. ഇങ്ങോട്ടുള്ള ഈ ഒരു മുഹമ്മ പോലീസ് സ്റ്റേഷൻ ആര്യക്കര കിഴക്ക് വശമായിട്ടാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കായ്പ്പുറം, അതായത് പാതിരാമണിലൊക്കെ നമുക്കറിയാം, അതിൽ കായ്പ്പുറം ഏരിയകളിലും ഒക്കെ ഇത് സുലഭമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊന്നാടും മുഹമ്മ ഏരിയകളിലെല്ലാം ഈ കാഴ്ച തണ്ണീർമുക്കം ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാഞ്ചേട്ടാ നമസ്കാരം. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള കണക്ഷനാണ് കേട്ടോ സാഞ്ചേട്ടനുമായിട്ട്. അതെ അതെ. ഈ ഇതിപ്പോ ഈ തിരിയണത് എന്തിനാണത്? അതെ അല്ലേ? ഇറച്ചിയുള്ള കക്കയാണ്. ഓ അതുപോലത്തെ പൊട്ടക്കക്ക ഇതിനകത്ത് കയറി വരും അല്ലേ? പണി കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ അത് മാത്രല്ല ഇത് ഇട്ട് പുഴുങ്ങേണ്ടതാണല്ലോ അല്ലേ? ഓ ഈ കൂടുതലും നമ്മൾ കോരി വലിക്കണാണല്ലേ? പിന്നെ ഈ മുങ്ങിത്തപ്പണം എന്ന് വെച്ചാല് അത് ചില ആൾക്കാർ അപൂർവം 1-2 പേര് അത്രേ ഉള്ളൂ. കുറവുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതലും നമുക്ക് പ്രയോജനം നിന്ന് വലിക്കുന്നത് തന്നെയാണ് അല്ലേ? ശരീരത്തിനും നല്ലത് അത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കഷ്ടപ്പാടാണ്. അതെ നമുക്ക് പല അസുഖങ്ങൾ, പനി അതൊക്കെ മാറാതെ ഏതില് മുങ്ങി വാരുമ്പോ ഇതാ പ്രശ്നമില്ല. കണ്ട ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാല് ഫുള്ള് ഇവര് ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളാണ്. ഇവിടെയൊക്കെ നേരത്തെ വന്നിട്ടത് ചൂടാക്കാനായിട്ട് ഒന്നുമില്ല, പുഴുങ്ങാനായിട്ട് തുടങ്ങി ഇവിടെ. ഇത് കണ്ട? അതെ ഇതിപ്പോ എത്ര സമയം നമ്മളിങ്ങനെ? അരമണിക്കൂറല്ലേ? ഇതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും, വിടർന്ന് വരാൻ വേണ്ടിയിട്ടാണോ? എന്നിട്ട് നമ്മൾ ഇളക്കിയാലേ പ്രയോജനമുള്ളൂ അല്ലേ?
ആ ആ കണ്ട ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഫുള്ള് ഏരിയ ഫുള്ള് അത് തന്നെ കേട്ടാ. കണ്ട ഇവിടെയും ഇങ്ങനെ അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം. കണ്ട ഇവരുടെ ഈ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഇത്രയും ചൂടത്ത് നിന്നാണ്. ആ നമ്മുടെ അടുത്ത് വില പറയുമ്പം ആൾക്കാർക്ക് മുഖം ചുളിയും, ഇത്ര ആണെന്നൊക്കെ ചോദിക്കും. പക്ഷെ കായലിൽ കിടന്ന് മണിക്കൂറോളം കിടന്ന് മുങ്ങിത്തപ്പി കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ ഒരു സാധനം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ അതേപോലെ അവർ ഈ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഇട്ട് അതെ ഈ ഇങ്ങനെ ഇട്ട് പുഴുങ്ങി കഷ്ടപ്പാടാണ്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ നാലിലൊന്നും പോലും കിട്ടിയവില്ലല്ലേ. നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണുള്ളത് കേട്ടാ. ഏകദേശം ആര്യക്കര കിഴക്ക് വശമായിട്ടാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കായലിറമ്പിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് വള്ളത്തേന്ന് അവിടെ നിന്ന് കക്കാർച്ചി പിടിച്ചിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കക്കാർച്ചികളുണ്ടല്ലോ, അതിന്ന് കക്കാർച്ചി ഇല്ലാത്തതും ഉണ്ട്. അതെടുത്ത് കണ്ട അവിടെ ഇടും. കക്കാർച്ചി ഉള്ളതെല്ലാം അവിടെ വേവിക്കാൻ ഇടും. ഓ അങ്ങനെ തിരിഞ്ഞിട്ട് വെക്കും അല്ലേ? ആ ഓക്കെ. ഞാൻ രാവിലെ വെളുപ്പിന് നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവന്മാർ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ നേരെ കയറി പോകുന്ന കേട്ടോ, സമീലും അമ്മാനും. വേണ്ട അവിടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെയൊക്കെ വരാനുണ്ട് കേട്ടോ. ഇല്ലേ നമ്മുടെ സർക്കാർ ബോട്ട് രാവിലെ അത് ആ കാണുന്ന പാതിരാമണല, ആ പാതിരാമണൽ ദ്വീപാണ് ആ കാണുന്നത്. അതിൻ്റെ മറ്റേ അവിടെ നിന്ന് ആളെയൊക്കെ ഇറക്കിയിട്ട് വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സർവീസ് ബോട്ട് കേട്ടോ, മുഹമ്മല. നമ്മളൊക്കെ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഈ ബോട്ടിലാണ് പോകുന്നത്. ബസ്സിലും പോകും. ഇതുണ്ടോ ഇതുപോലെ ഈ ഇടക്ക് ഈ ചെറിയ ഇടനാഴിയിലൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നിരിക്കട്ടെ. വിടർന്നു വരുന്ന പരുവാണല്ലേ ഇത്? ഓ ഓ ഇത് കണ്ടോ, ഇതിങ്ങനെ പുഴുങ്ങി വന്നപ്പം അടഞ്ഞിരുന്ന അതെല്ലാം വാതിലുകൾ ഇങ്ങനെ തുറന്നിരിക്കുന്നത് കണ്ട. ഇതാണ് കക്കയുടെ പുഴുങ്ങുന്നോട്ടുള്ള ഗുണം. ഇത് നേരെ എടുത്ത് അരിച്ചു കഴിയുമ്പം കറക്റ്റായിട്ട് കക്ക താഴെയും വീഴും, തോട് മുകളിലും വരും. എത്ര അരമണിക്കൂറോ? എത്ര സമയം എടുക്കണം നമ്മളിതിന്? അരമണിക്കൂർ മതി അല്ലേ? എത്ര സമയം നമ്മളിത് ഒരു 1.5 മണിക്കൂറോളം ഇതിനകത്ത് ഇട്ട് അതെ അല്ലേ? കൊണ്ടുവരണം. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മള് കായലിലേക്ക് വാരുന്ന സമയം തൊട്ട് ഇത് എല്ലാം കഴിയുന്ന സമയം നോക്കിയാൽ ഒരു 10 മണിക്കൂർ വരും അല്ലേ? അതായത് ഏകദേശം ഒരു ദിവസത്തിന്റെ പകുതി നമ്മൾ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ. ചെന്ന് മാറിക്കൊണ്ട് പറിച്ചോണ്ട് പോന്നാ മതിയല്ലേ? 40,000 രൂപയുടെ വള്ളം അതിന്റെ ഉപകരണങ്ങൾ 1,00,000 രൂപയുടെ സാധനമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെന്തെങ്കിലും കേടുപാട് വരും, പല കാര്യങ്ങളും തേയ്മാനങ്ങളും. വളരെ ശ്രമകരമായിട്ടുള്ള തൊഴിലാണ്. അതെ, അപകടപ്പിടിച്ച തൊഴിലുമാണ്. കാലാവസ്ഥ എപ്പോഴാണ് മാറുന്നത്? അതെ, ജീവൻ പണയം വെച്ചാണ് നമ്മള് ഈ കടലിൽ പോകുന്ന പോലെ തന്നെയാണ്. അതെ അതെ. കൂടുതൽ ആൾക്കാർ ഇപ്പൊ കാണുമ്പോ എല്ലാവരും ഒക്കെ സാധാരണ രീതിയിലാണ്. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അറിയും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് അവര് അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഇലക്ട്രിക് ആയിട്ടുള്ള ചൂളയൊക്കെ അപ്പൊ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോഴൊക്കെ അതാണ്. അപ്പുറത്തൊക്കെ ഈ ചൂളയുണ്ട്, ബാറ്ററി കൊണ്ടുള്ള തനിയെ ചെയ്തോളൂ. ഇതിപ്പോ നമ്മള് ഒരാൾക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം.
ആ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഓരോരുത്തരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിയുമ്പം ഇത് കണ്ടത് ഈ വിറകും ഇതൊക്കെ ഷീറ്റും ഇതൊക്കെ ഇട്ട് കത്തിച്ച് അതിൽ നിന്ന് ഒരാളിങ്ങനെ കറക്കി കൊടുത്തുകൊണ്ടാണ് അത് ഇങ്ങനെ നമ്മൾ ഊതുന്നതിന് പകരമായിട്ട് എയർ കൊടുക്കുന്നതാണ്. ചേച്ചി അത് ഇവിടുന്ന് കറക്കി കൊടുക്കുന്നു, ചേട്ടനത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ അടി കിടക്കുന്നതിനൊക്കെ വീണ്ടും എല്ലാ മൊത്തത്തിൽ അതിനൊരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം ഇതിനകത്ത് കിടന്ന് മല്ലിട്ട് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കക്കാർച്ചയായിട്ട് നമ്മുടെ കയ്യിലൊക്കെ വരുന്നത്. ഇപ്പം എന്നാ വിലയുണ്ട് നമുക്ക് കക്കാർച്ചയ്ക്ക്? കിലോയ്ക്കല്ലേ? വലുത് ആ, ചെറുതാണെങ്കിൽ അത്ര വരുള്ളൂ. ആ, അവിടെയൊക്കെ ചെറുതാണ്. ഈ പിടിക്കുന്നിടത്ത് തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുവോ? ആര് വന്നാലും കൊടുക്കുമല്ലേ? നമുക്ക് മുതലാകത്തില്ല. ആ ആ ആ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. ആ ആ, കൊടുക്കാനില്ല. ആ, മാത്രല്ല അവർക്ക് കൊടുത്താൽ നമുക്ക് പണിതതിന്റെ വിലയും കിട്ടില്ലല്ലോ. ആ ആ, അതെ അതെ അതെ, നമുക്കത് പറ്റത്തില്ല. ആൾക്കാരൊക്കെ ഉണ്ട്, അവര് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന. ആ അതെ 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 പല പല കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അതെ അതെ അതെ. കക്കാവാരി ഈ ഇറച്ചി വിൽക്കുമ്പോൾ അത് വിൽക്കുന്നതും കക്ക വിൽക്കുന്നതിൻ്റെതും ഞങ്ങൾ ഈ കക്ക സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ അത് ചുമന്നും ആ സൊസൈറ്റിയിലെ ജീവനക്കാര്, ചുമട്ട് തൊഴിലാളികള്, അങ്ങനെ ഒരു വിഭാഗം തൊഴിലാളികൾ ഈ കക്കാരച്ചി കൊണ്ടുപോയിട്ട് അവരെടുത്തിട്ട് അവിടുന്ന് എടുത്ത് ഈ ഷാപ്പും പിന്നെ ബാറുകാരും വെക്കുന്നു. അങ്ങനെ 4 സ്റ്റെപ്പ് ഉണ്ട്. പലര് ഇതിന്റെ പിന്നിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ ജീവിക്കുമ്പോഴാണ് ഒരു കൂട്ടർ പക്ഷി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതെ, സത്യം. കണ്ട, ഇതാണ് അതിനകത്തെ രത്നം. രത്നം പൊളിച്ചെടുത്ത് ആ പൊട്ടാതിരിക്കണത് നമ്മൾ പൊളിച്ചും വരും. അതെ അതെ അതെ. ഓ, ചൂടാണല്ലേ, ഇറച്ചി വെന്തിരിക്കല്ലേ. നേരം പോക്കിന് നമുക്ക് ചൂണ്ടയൊക്കെ ഇടാൻ കേട്ടോ ഇവിടെ വന്നാല്. വീഡിയോ പിടിച്ചാ പിടിച്ചാ കിട്ടുമ്പോ തന്നെ കിട്ടിയല്ലോ. കുഞ്ഞാപ്പി പോയ കിട്ടുന്നുണ്ട്. എന്താ പുഴുങ്ങിയെടുത്ത സാധനം അത് ലാസ്റ്റ് എന്താ താഴെ കക്കരച്ച് വീഴുന്നണ്ട. അതിനകത്ത് കുറച്ച് കക്ക ഇതൊക്കെ വീഴും കേട്ടോ. അത് പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം. ഉണ്ടാവും ഒത്തിരി ലാസ്റ്റ് ആ പുഴുങ്ങിയ സാധനം നേരെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് ക്ഷേമനിധി നമുക്ക് അർഹതപ്പെട്ടൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ടോ? ആ, പോയാല് ആ തരും. ആ, നമുക്ക് ആ രക്ഷയില്ലാത്ത സമയത്തല്ലേ. അതെ അല്ലേ, 4500 രൂപ അല്ലേ? ആ ആ ആ ആ ആ, ഓക്കെ. കിട്ടത്തില്ല. ആ ആ, അത് കഴിഞ്ഞ് ഇങ്ങനെ അത് ആ മനഞ്ഞെടുക്കണ പരിപാടി കേട്ടോ. ആ, ഇതുണ്ട്. ഇതിപ്പോൾ ഇറച്ചി മാത്രമായി കിട്ടിയില്ലേ. ആ, ലാസ്റ്റ് സ്റ്റേജാണ്.
ഇത്രയും കഷ്ടപ്പെട്ട് ഇത് എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ആ കണ്ട ഇതിങ്ങനെ മനഞ്ഞ് മനഞ്ഞ് വരുമ്പം ആ അതെ ആ കൂട്ടത്തിൽ പറയാതെ അതെ ഇങ്ങനെ ഈ സമയത്താണ് ഈ മീനുകൾ വരുമ്പം നേരെ ഏതെങ്കിലുമൊക്കെ മീൻ കൊത്താനും സാധ്യതയുണ്ട്. അത് അങ്ങനെ ഇത് പ്രതീക്ഷിച്ച് ഇന്ന് ഏതോരുത്തനാണ് നേരത്തെ നമ്മുടെ കുടിക്ക് വീണത്. ആ അതെ അതെ അതെ. ഒന്നുമില്ലല്ലേ. ഇത് കണ്ട ഇത്രയും പരിപാടി കഴിഞ്ഞപ്പം നമ്മുടെ ഇപ്പം നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കക്കാറച്ചി ലെവലിലേക്ക് എത്തി. കണ്ട ഇതാണ് വീടുകളിലേക്ക് വരുന്ന ആ പരുവം. ഇത്രയും കടമ്പകൾ കഴിയുമ്പോഴാണ് ഇവൻ ഇതാകുന്നത്. തീന്മേശയിലേക്ക് വരൂ. ഇനി നമ്മൾ ആദ്യം കണ്ട കളറാണെന്ന് നോക്കിയ ഇപ്പം. ഈ സ്മെല്ല് ചെല്ലുമ്പോ ഇവന്മാരെല്ലാം മൂലക്ക് വരും അല്ലേ? ആണല്ലേ? ആ കിട്ടിയ ആ അടുത്ത ചെമ്പല്ലി കിട്ടി. ചെമ്പല്ലി ഉണ്ടോ? ഇവൻ അങ്ങോട്ട് ചെന്നതും ഇട്ടു വലിയ ചെമ്പല്ലി അല്ലേ? ഉണ്ടല്ലേ? ആ ചെമ്പല്ലി, വരാലി, പിന്നെ മറ്റേ നങ്ക് മാന്തല്. ഇതേപോലെ വെള്ളം കയറ്റി ഇങ്ങനെ രണ്ട് കറക്കി അങ്ങനെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ വണ്ടിയിൽ കൊണ്ടുപോകണണ്ട. ഇവിടെ ഇട്ട് മനഞ്ഞ് കക്കയായിട്ട് നേരെ കൊണ്ടുപോവാം. നമ്മൾ അവിടെ കണ്ട കക്കാർച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ ചട്ടിയിൽ എത്തി കേട്ടാ. ഈ അവസ്ഥ, അതായത് നമ്മൾ അവിടെ പിടിച്ചെടുത്ത് നിന്ന് ഇവിടെ നമ്മുടെ ചട്ടിയിലെത്തുന്ന വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.